2027 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് വൻ പരാജയമാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ബി.ജെ.പി നിസ്സാരമായി എടുക്കുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ ഫലം അത് ബി.ജെ.പി കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു എങ്ങനെയൊക്കെയാണ് വോട്ട് ചോർച്ച സംഭവിച്ചത്. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ, രാജസ്ഥാനിൽ പോലും വലിയ നഷ്ടം ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. 25 സീറ്റുകൾ കഴിഞ്ഞ തവണയും 2014 ഒക്കെ ജയിച്ച രാജസ്ഥാൻ്റെ മണ്ണിൽ 14 സീറ്റുകളാണ് ആകെ നേടാൻ കഴിഞ്ഞത്. അതായത് 11 സീറ്റുകൾ അവർക്ക് നഷ്ടമായി. ഹരിയാനയിൽ നഷ്ടമായി. പഞ്ചാബിൽ വലിയ തകർച്ച നേരിട്ടു. ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്? 26 ജയിച്ചുകൊണ്ടിരുന്ന ഗുജറാത്തിൽ ഇത്തവണ ഒരു സമ്പൂർണ്ണമായ തൂത്തുവാരൽ സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഒരു സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, ഗുജറാത്തിൽ സൂററ്റിൽ ഏകപക്ഷീയമായി ജയിക്കാൻ ബി.ജെ.പി അവിടെ കാണിച്ച ഒരു മിടുക്ക്, അതിനെ തിണ്ണമിടുക്ക് എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്ന് കോൺഗ്രസിൻ്റെ വക്താക്കൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അധികാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ധാർഷ്ട്യ പ്രവർത്തനവും കാഴ്ചവെക്കാം. അതിന് കോൺഗ്രസ് എന്നല്ല, ആരും ചോദ്യം ചെയ്യാൻ കാണില്ല. അവർക്കൊക്കെ ഭയമായിരിക്കും. പ്രത്യേകിച്ചും ഗാന്ധിനഗർ മണ്ഡലത്തിൽ അമിത്ഷായ്ക്കെതിരെ മത്സരിക്കുന്നത് ആര് എന്ന് ബി.ജെ.പി വെല്ലുവിളിയോടുകൂടി ചോദിച്ചു. എതിരാളിയുടെ പത്രിക പിൻവലിക്കാനുള്ള സമ്മർദ്ദമുണ്ടായി എന്ന് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത്രയ്ക്ക് ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും കാണിക്കാൻ മാത്രം അത്രയ്ക്ക് ശക്തിയൊന്നും അല്ല നിങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായി തന്നെ പാർലമെൻറ്റിൽ മോദിയുടെ മുഖത്തു നോക്കി പറഞ്ഞിരിക്കുന്നു. ചില്ലറ കാര്യമല്ലത്. ആ ഒരു രാഷ്ട്രീയ സമസ്യ അതിനെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ പറയാം: 2027 ഗുജറാത്തിൽ ഇന്ത്യ മുന്നണി കരുത്തോടുകൂടി, വാശിയോടുകൂടി, സമാനതകളില്ലാതെ ബി.ജെ.പിയെ നേരിടാൻ പോവുകയാണ്. ഒരു യുദ്ധസമാനമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ ബി.ജെ.പി തകർന്നടിഞ്ഞു വീഴും എന്നാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം. ഭൂപീന്ദർ ഭായ് പട്ടേലിന് നിലവിലെ ഗുജറാത്ത് മന്ത്രിസഭയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പില്ലെങ്കിൽ ആ മന്ത്രിസഭയെ തന്നെ മൊത്തത്തിൽ രാജിവെപ്പിക്കേണ്ട കാര്യമാണ് എന്ന് നേരത്തെ തന്നെ CR പാട്ടീൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു സൂചന ബി.ജെ.പി നേതൃത്വത്തിന് നൽകിയിരിക്കുന്നു. അമിത്ഷായുടെ പ്രശ്നമാണ്, അഭിമാന പ്രശ്നമാണ്. ഗുജറാത്തിൽ തോറ്റാൽ പിന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. തന്നെ ഇടിയും തകരും. പിന്നെ ഒരു രീതിയിലും രാഷ്ട്രീയത്തിൽ ശോഭിക്കാനോ ഒരു തിരിച്ചുവരവിന് പോലും സ്പേസ് ഉണ്ടാകില്ല എന്ന് ഏറ്റവും വ്യക്തമായി അറിയുന്നത് അനിൽ ചന്ദ്ര ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മർമ്മത്തിൽ തന്നെ നോക്കി കുത്തിയത്. അതിന് കൃത്യമായ അനുരണനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു.